BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. ഭരണം മാറിയിട്ടും സപ്ലൈകോയിലെ ദിവസവേതനക്കാരുടെ നിയമനത്തിന്റെ കടിഞ്ഞാൺ ഇടതു തന്നെ. LDF ഭരണകാലത്ത് നിയമിച്ചവരെ പിരിച്ചുവിട്ട് പുതിയ നിയമനം നടത്തണമെന്ന ആവശ്യവുമായി UDF നേതാക്കളിൽ ചിലർ സപ്ലൈകോ അധികൃതരെ സമീപിച്ചിട്ടുണ്ട്. നടക്കാതെ വന്നതോടെ നിൽപ്പന കേന്ദ്രങ്ങളിൽ ചിലയിടങ്ങളിൽ നേതാക്കളെത്തി മാനേജർമാരെ സമ്മർദ്ദത്തിലാക്കുകയാണ്. നിലവിലുള്ളവരെ നിലനിർത്തിക്കൊണ്ട് ഭരണാനുകൂല സംഘടനയിൽപ്പെട്ടവരെ നിയമിക്കാനാണ് ആവശ്യപ്പെടുന്നത്. എന്നാൽ ഇപ്പോഴുള്ള താൽക്കാലിക ജീവനക്കാർക്കു പോലും വേതനം നൽകാനുള്ള വിറ്റുവരവ് പല സപ്ലൈകോ കേന്ദ്രങ്ങളിലുമില്ല. 3 പേരുള്ള ചിലയിടങ്ങളിൽ 2 പേരെ വേതനം മാത്രമാണ് അനുവദിക്കുന്നത്. 3 പേരും കൂടി അത് പങ്കിട്ടെടുക്കുന്ന രീതിയാണ് ഇപ്പോൾ ഉള്ളത്. പ്രതിമാസ വിറ്റുവരവ് 6 ലക്ഷം രൂപ മുതൽ 20 ലക്ഷം രൂപ വരെയുള്ള സ്ലാബ് നിശ്ചയിച്ചാണ് എത്ര ദിവസ വേതനക്കാരെ നിയമിക്കണമെന്ന് കണക്കാക്കുന്നത്. സ്ഥിരം ജീവനക്കാരുടെ എണ്ണം കൂടി പരിഗണിച്ചത്. സപ്ലൈകോയുടെ വിറ്റുവരവ് വലിയ തോതിൽ നടന്നിരുന്ന 1ാം പിണറായി സർക്കാരിന്റെ കാലത്താണ് ഇത്തരത്തിൽ കൂടുതൽ ദിവസവേതനക്കാരെ നിയമിച്ചത്. ഇവർക്കാണിപ്പോൾ വേതനം പങ്കിട്ടെടുക്കേണ്ട അവസ്ഥയുള്ളത്. ഇനിയും കൂടുതൽ പേരെ നിയമിക്കണമെന്നെങ്കിൽ വിറ്റുവരവ് കുത്തനെ ഉയരണം. അല്ലെങ്കിൽ നിലവിലുള്ളവർ വിരമിക്കുകയോ പിരിച്ചുവിടുകയോ വേണം. പിരിച്ചുവിട്ടാൽ ജീവനക്കാർ നിയമ നടപടികളുമായി മുന്നോട്ടു പോകും. അതുകൊണ്ട് തന്നെ വിഷയത്തിൽ ഇടപെടാതെ മാറി നിൽക്കുകയാണ് വിൽപ്പന കേന്ദ്രങ്ങളിലെ മാനേജർമാർ. അതേസമയം LDF സർക്കാരിൻ്റെ കാലത്ത് അവരുടെ ആളുകളെ നിയമിക്കണമെങ്കിൽ UDF ഭരണകാലത്ത് UDFക്കാർക്ക് പരിഗണന ലഭിക്കണമെന്നാണ് UDF നേതാക്കൾ പറയുന്നത്. ഇല്ലെങ്കിൽ നിയമനങ്ങൾ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നടത്തട്ടെ എന്നാണ് അവരുടെ നിലപാട്. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.